ഹലോ, നമസ്കാരം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കോൺസെൻട്രിക് സർക്കിൾ മെത്തേഡ് ഉപയോഗിച്ചിട്ട് എലിപ്സ് എങ്ങനെ വരയ്ക്കാം എന്നുള്ളതാണ്. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ ഇതാണ്: ഡ്രോ ആൻ എലിപ്സ് ഹാവിംഗ് എ മേജർ ആക്സിസ് ഓഫ് 110 mm ആൻഡ് മൈനർ ആക്സിസ് ഓഫ് 70 mm യൂസിങ് കോൺസെൻട്രിക് സർക്കിൾ മെത്തേഡ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് തന്നിരിക്കുന്നത് രണ്ട് അളവുകളാണ്, മേജർ ആക്സിസും ഒരു മൈനർ ആക്സിസും. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ചെയ്യാൻ പോകുന്നത് ഒരേ സെന്ററുള്ള രണ്ട് സർക്കിൾ വരയ്ക്കും. ഓക്കെ, ഒരേ സെന്ററിലായിട്ടുള്ള രണ്ട് സർക്കിൾ നമ്മൾ വരയ്ക്കും. അതിന്റെ മേജർ ആക്സിസ് എന്ന് പറയുന്നത് പുറമേയുള്ള സർക്കിളിന്റെ ഡയമീറ്റർ ആണ്, മൈനർ ആക്സിസ് എന്ന് പറയുന്നത് ഉള്ളിലുള്ള സർക്കിളിന്റെ ഡയമീറ്റർ ആണ്. അപ്പോൾ അതെങ്ങനെ വരയ്ക്കാം നമുക്ക് നോക്കാം. അപ്പോൾ ഈ തന്നിരിക്കുന്ന രണ്ട് അളവുകൾ ഉപയോഗിച്ചിട്ട് ഞാൻ സർക്കിൾ വരയ്ക്കുകയാണ്, ഒരേ സെന്ററിലുള്ള രണ്ട് സർക്കിൾ. ഓക്കെ, അപ്പോൾ നമ്മൾ സെന്റർ ലൈൻ വരച്ചു. ഇനി ഈ രണ്ട് സർക്കിൾ നമ്മൾ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യണം. ഒരു 12 ഭാഗമാക്കി ഡിവൈഡ് ചെയ്യാം. അപ്പോൾ അതിന് ഒരു ഭാഗം ഒരു 12 ഭാഗമാക്കുകയാണെങ്കിൽ ഒരു ഭാഗം എന്ന് പറയുന്നത് ഒരു 30 ഡിഗ്രി വെച്ചെടുത്താൽ മതി. ഓക്കെ, 30 ഡിഗ്രി വെച്ചെടുക്കുക. അപ്പം ഞാൻ ഈ രണ്ട് സർക്കിളിനെയും 12 ഈക്വൽ പാർട്ടാക്കി. ഇനി നമുക്ക് സെൻറ്ററിന് O എന്ന് പേര് കൊടുക്കാം, ബാക്കിയുള്ള ഭാഗങ്ങൾക്ക് പേര് കൊടുക്കാം. ഓക്കെ, ഇത് 1. ഇനി ഉള്ളിലുള്ള ഇന്നർ സർക്കിളിന് ഈ പോയിന്റുകൾക്ക് ഇതേ 1', 2' എന്ന രീതിയിൽ പേര് കൊടുക്കാം. ഓക്കെ, ഞാൻ പേര് കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് വരയ്ക്കാൻ തുടങ്ങാം. ഇവിടുന്ന് 1', 2', 3' ഈ പോയിന്റുകളിൽ നിന്ന് ഹൊറിസോണ്ടൽ ലൈനും 1, 2, 3, 4 ആ പോയിന്റുകളിൽ നിന്ന് വെർട്ടിക്കൽ ലൈനും നമ്മൾ വരയ്ക്കണം. അപ്പോൾ ഇവിടുന്ന് വളരെ ശ്രദ്ധിക്കുക, ഇവിടുന്ന് ഇങ്ങോട്ട് ഹൊറിസോണ്ടൽ ലൈന്, ഇത് ഈ ആക്സിസിന് പാരലായിരിക്കണം ഈ ലൈന്. നിങ്ങൾ മിനി ഡ്രാഫ്റ്റ് വെച്ച് വരയ്ക്കുമ്പോൾ വളരെ ഈസി ആയിട്ട് കിട്ടും. ഇനി ഈ ആക്സിസ് പാരലായിട്ട് ഇവിടെ ഇങ്ങോട്ട് താഴേക്ക് വെർട്ടിക്കൽ ലൈൻ വരയ്ക്കുക 1ൽ നിന്ന്. ഓക്കെ, അതേപോലെ എല്ലാ പോയിന്റിലും ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ എല്ലായിടത്തും വരച്ചു. ഇനി നമുക്കിതിന് പേര് കൊടുക്കാം. ഇപ്പോൾ ഒരു പോയിന്റ് കിട്ടി, നമുക്ക് ഈ പോയിന്റ് മാർക്ക് ചെയ്യാം. ഇതിന് പേര് കൊടുക്കാം. ഇത് P1, P2, ഇതാണ് P3, P4, P. ഇപ്പോൾ ഞാൻ ഈ പോയിന്റുകൾക്ക് പേര് കൊടുത്തു. ഇനി പോയിന്റിലൂടെ നമ്മൾ സ്മൂത്ത് കർവ് വരച്ചു കഴിഞ്ഞാൽ, ഈ പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന കർവ് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള എലിപ്സ് കിട്ടും. ഈ പോയിന്റിലൂടെ വരയ്ക്കുക. നമ്മൾ കിട്ടിയ പോയിന്റിലൂടെ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് റിക്വയർഡ് എലിപ്സ് ആയിരിക്കും. അപ്പോൾ ഞാൻ ഈ പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന ഒരു കർവ് വരച്ചു, ഫ്രീ ഹാൻഡ് ആയിട്ട് വരച്ചു. അപ്പോൾ നമുക്ക് എലിപ്സ് കിട്ടി, കണ്ടില്ലേ? ഓക്കെ, ഇനി നമുക്ക് അപ്പോൾ ഞാൻ ഡയമെൻഷൻ ചെയ്തു, എലിപ്സ് മാർക്ക് ചെയ്തു. അപ്പോൾ നമുക്ക് കോൺസെൻട്രിക് സർക്കിൾ മെത്തേഡിലുള്ള എലിപ്സ് കിട്ടി. ഓക്കെ, മെത്തേഡ് തന്നെ
വേറെ രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കും. അതായത് മേജർ ആക്സിസ് മാത്രം തന്നിട്ട് മൈനർ ആക്സിസ് തരാതെ, അല്ലെങ്കിൽ മൈനർ ആക്സിസ് മാത്രം തന്നിട്ട് മേജർ ആക്സിസ് തരാതെ ഒരു റേഷ്യോ തന്നിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് ഈ ആക്സിസ് കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കണം. അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ വായിക്കാം. ദ മേജർ ആക്സിസ് ഓഫ് ആൻ എലിപ്സ് ഈസ് 100 mm ആൻഡ് റേഷ്യോ ബിറ്റ്വീൻ മേജർ ആക്സിസ് ആൻഡ് മൈനർ ആക്സിസ് ഈസ് ഇൻ ദ റേഷ്യോ 5:3. കൺസ്ട്രക്ട് ദ എലിപ്സ് ബൈ കോൺസെൻട്രിക് സർക്കിൾ മെത്തേഡ്. കണ്ടോ, ഇവിടെ മേജർ ആക്സിസ് മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ, മൈനർ ആക്സിസ് തന്നിട്ടില്ല. പകരം എന്താ തന്നത്? ഒരു റേഷ്യോ തന്നിട്ടുണ്ട്. അപ്പോൾ ആ റേഷ്യോ വെച്ചിട്ട് നമുക്ക് മൈനർ ആക്സിസ് കണ്ടുപിടിക്കണം. അപ്പോൾ ഈ രീതിയിലും ക്വസ്റ്റ്യൻ ചോദിക്കാം. നിങ്ങൾ നമുക്ക് ഈ രീതിയിൽ നമുക്ക് റേഷ്യോ തരും. അപ്പോൾ ആ റേഷ്യോ ഒരു ആക്സിസിന്റെ ഏതെങ്കിലും ഒരു ആക്സിസ് തന്നിരിക്കും. അപ്പോൾ നമുക്ക് അത് ഈ രീതിയിൽ എഴുതിയിട്ട് നമുക്ക് എക്സ് എന്ന് എടുക്കാം, അറിയാത്ത ആക്സിസ് എക്സ് എന്ന് എടുക്കാം. എന്നിട്ട് അതിനെ ഈ രീതിയിൽ കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് റെക്ടാങ്കിൾ മെത്തേഡും പാരലോഗ്രാം മെത്തേഡും നോക്കാം. ഓക്കെ, താങ്ക് യു.